സോ നമ്മളിവിടെ IRFCയുടെ ചാർട്ട് നോക്കുന്നുണ്ടെങ്കിൽ 50-day മൂവിങ് ആവറേജ് ടച്ച് ചെയ്തിട്ടാണ് ഈ IRFC പലപ്പോഴും മൂവ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പം കുറച്ച് പഴയ സിറ്റുവേഷൻസ് നോക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പം വരച്ചിട്ടുള്ള ഒരു ലൈനാണ് 50-day മൂവിങ് ആവറേജ്. അപ്പോൾ ആ മൂവിങ് ആവറേജ് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഇവിടുന്ന് അപ്പ് മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും 50-day മൂവിങ് ആവറേജ് ഇവിടെ ടെസ്റ്റ് ചെയ്തു ഈ ഒരു പോയിന്റിൽ, എന്നിട്ട് വീണ്ടും അപ്പ് ട്രെൻഡിലേക്ക് വന്നു. ഇപ്പോൾ കറന്റ്ലി ഈ 50-day മൂവിങ് ആവറേജിന്റെ അടുത്താണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. സോ നമുക്കിതിൽ രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. ഒന്നുകിൽ നമുക്ക് ഞാൻ ഈ വരക്കുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ ഇപ്പോൾ കറണ്ട് ലെവലിൽ നിന്ന് തന്നെ ബൈ ചെയ്യാം. അപ്പം ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്തിട്ടാണ് എൻട്രി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള എൻട്രി ആയിരിക്കും. അതല്ല ഈ ഒരു കറണ്ട് പോയിന്റിൽ ബ്രേക്ക് ചെയ്യുന്നതിന് മുൻപ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആയിട്ടുള്ള എൻട്രി ആയിരിക്കും. 131 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഇനി ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ഓൾമോസ്റ്റ് 24% മുകളിലാണ്, 190 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ്. പക്ഷേ ഇത് 30%ഓ 40% ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്കിനനുസരിച്ച് എടുക്കാം.